നിങ്ങളുടെ ഗ്ലാസിന്റെ ഗ്യാസ് സ്റ്റോവ് പൊട്ടിത്തെറിക്കുന്നുള്ള പേടി നിങ്ങൾക്കുണ്ടോ? ഏറ്റവും കൂടുതൽ ആളുകൾ കിച്ചണിലേക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്ലാസിന്റെ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവ്. നിങ്ങൾ ഗ്യാസ് സ്റ്റോവ് പർച്ചേസ് ചെയ്യുമ്പോൾ ബ്രാൻഡഡ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുക്കറുകളിലും മറ്റു പാത്രങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരു പക്ഷേ തിളച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഗ്യാസ് സ്റ്റോവിലോട്ട് ആയിട്ടുണ്ടാവും. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പറയാം, അപ്പം അത് തുടക്കാൻ പാടില്ല. നിങ്ങൾ പാചകം കഴിഞ്ഞതിന്റെ ശേഷം അത് ഗ്ലാസ് ചൂടാറിയതിന്റെ ശേഷം മാത്രം എന്ത് ചെയ്യുക, തുടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളെ സാധാ അടുപ്പിൽ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ഇൻഡാലിയത്തിന്റെയും ഇരുമ്പിന്റെയും പത്രികല്ല് വെച്ചിട്ട് എന്ത് ചെയ്യാതിരിക്കുക, ഗ്യാസ് സ്റ്റോവിൽ വെച്ച് പത്രി ചൂടാതിരിക്കുക. ഈ പത്രികല്ല് ഹീറ്റായി കഴിഞ്ഞാൽ അത് ഗ്ലാസ്സിലോട്ട് അടിച്ചിട്ട് അങ്ങനെയും നമ്മുടെ ഗ്യാസ് സ്റ്റോവ് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മിക്ക വീടുകളും കാണുന്നതാണ് ഗ്യാസ് സ്റ്റോവ് വെച്ചതിന്റെ നേരെ മുകളിൽ എന്തുണ്ടാവും, ഒരു റാക്ക് ഉണ്ടാവും. അതിൽ നമ്മളെ നൈഫ്, ലാഡിൽ പോലത്തെ ഒരുപാട് വെയിറ്റ് ഉള്ള ഐറ്റംസ് ഉണ്ടാവും. അത് എടുക്കുമ്പോൾ ഇതിൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ അത് ഈ ഗ്ലാസ്സിലേക്ക് എടുത്തു വെക്കും. ഒരിക്കലും അതെന്ത് ചെയ്യാൻ പാടില്ല. ആ കാരണം കൊണ്ടും നിങ്ങളുടെ ഗ്യാസ് സ്റ്റവ് ഒരു പക്ഷേ പൊട്ടിത്തെറിച്ചേക്കാം. ഒരുപാട് ആളുകൾക്ക് ഇതിനെ കുറിച്ചിട്ടൊക്കെ അറിയുന്നുണ്ടെങ്കിലും ഇത് അറിയാത്തതായിട്ടും ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങളെ ഗ്യാസ് സ്റ്റവ് പൊട്ടിത്തെറിക്കാതിരിക്കാൻ. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ.